കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് 10-25 വർഷത്തോളം ആർമി ക്യാൻസിലും സിവിൽ ഏരിയയിലും ഒക്കെ താമസിച്ച ഒരാളാണ് ഞാൻ. എന്നോട് ഏറ്റവും സേഫായ പ്ലേസ് ഏതാന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരേ പറയാനുള്ളൂ. അന്നായാലും ഇന്നായാലും അത് ആർമി ക്യാൻസ് മാത്രമാണ്. മൂപ്പര് കമാൻഡ് ചെയ്യുന്ന കാലത്ത്, അതായത് ഗാങ്ടോക്കിൽ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു സിവിൽ ഏരിയ കം ആർമി ക്യാമ്പായിരുന്നു. അവിടെ പലപ്പോഴും പകലൊന്നും ഞാൻ വാതിൽ അടയ്ക്കാറന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഗാങ്ടോക്ക് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ സിക്കിമിന്റെ തലസ്ഥാനമാണ്. അവിടെ വർഷത്തിൽ 12 മാസവും മഴയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ രാത്രി മരങ്ങൾ കടപുഴകി വീഴും. എന്നിട്ട് ആളപായം സംഭവിക്കാറുണ്ട്. അതും പോരാണ്ട് തീസ്ത റിവറിലേക്ക് ജിപ്സിയും ജോങ്കയും ട്രക്കൊക്കെ മറിഞ്ഞിട്ട് എത്ര സോൾജേഴ്സിനാണ് ലൈഫ് നഷ്ടമായിട്ടുള്ളതെന്നറിയോ? അപ്പോൾ ചിലപ്പോൾ ആൾക്ക് രാത്രിയാണ് ഫോൺ വരിക. ഇവർ EMIക്കാരായതുകൊണ്ട് വെഹിക്കിൾ റിക്കവറിക്ക് ഇവരാണ് പോകേണ്ടത്. അപ്പം മൂപ്പര് എന്നെ വിളിക്കാനൊന്നും നിൽക്കില്ല. എന്താ വെച്ചാൽ മോള് ചെറിയ കുട്ടിയായതുകൊണ്ട് എൻ്റെ ഉറക്കം ശരിയല്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ വാതിൽ ചാരിയിട്ടിട്ട് ആളങ്ങോട്ട് പോവും. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത്ര സേഫാണ് എന്നുള്ള കാര്യം. ഇനി ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് പറയാം. ഡൽഹിയിൽ ഞങ്ങൾ ആദ്യമായി പോസ്റ്റിംഗ് പോയപ്പോൾ മോനൊന്ന് 2ാം ക്ലാസ്സിലാണ്. അവൻ സ്കൂൾ ബസ്സിൽ സ്റ്റോപ്പ് അറിയാതെ തെറ്റി കരിയപ്പ വിഹാറിൽ ഇറങ്ങി. അപ്പോൾ ഈ കരിയപ്പ വിഹാർ എന്ന് പറയുന്ന ഒരു ആർമി ക്യാൻറ്റ് പോലെയാണ്. അതിൻ്റെ പുറത്ത് സിവിലാണ്. അപ്പോൾ കുട്ടി ഈ ക്യാൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം കണ്ടിട്ട് ഒരു ബയ്യ അവൻ്റെ ഐ കാർഡിൽ അഡ്രസ്സ് നോക്കിയിട്ട് ഏതാണ്ട് 5 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ താമസിച്ചിരുന്ന അർജൻ വിഹാർ. അവിടെ കൊണ്ടുവന്ന് അവനെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോയി. ഇത് തന്നെ അവൻ ചിലപ്പോൾ വല്ല സിവിൽ ഏരിയയിലാണ് പോയി പെട്ടിരുന്നേച്ചെങ്കിലോ ഞങ്ങൾക്ക് ചിലപ്പോൾ അവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയേനെ. കുട്ടികൾ കളിക്കാൻ പോയാൽ വൈകുന്നേരം 6-6:30 ആയാലും ഒരു ടെൻഷനും ആവണ്ട. ക്യാൻറ്റീൻ്റെ ഉള്ളിലാണെങ്കിൽ അവർ സേഫാണ്. ഇന്നത്തെ കാലത്ത് സിവിലിലൊക്കെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ ഇങ്ങനെ കളിക്കാൻ വിട്ടിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ലേഡീസിൻ്റെ കാര്യം എടുത്താലാണെങ്കിലോ ഇത്രയധികം സേഫ്റ്റിയും റെസ്പെക്റ്റും കിട്ടുന്ന വേറൊരു ഓർഗനൈസേഷൻ ഇല്ല. രാജ്യം കാക്കുന്ന സൈനികനും അവൻ്റെ കുടുംബവും താമസിക്കുന്ന ഇടം അസുരക്ഷിതമാണ് എന്ന് പറയുന്നത് രാജ്യത്തെയും ആ സൈനികനെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നെ പോലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ സൈന്യത്തെ സ്നേഹിക്കുന്ന ആർക്കും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല.